Good morning, dear students. In the previous class, we discussed the lesson, the price of flowers, and here we meet one girl and one is a man. And this girl, she was a poor girl, and she was living in London. And this author, this writer, happened to meet her, and she was eagerly waiting to know about him, whether he was an Indian or not. And when she went to a restaurant to eat the meal, she happened to meet this man. And they meet each other, and she is asking many questions related to India because her brother is working there as a soldier. Up to here we stopped in the previous class. Today we are going to continue the story. Okay. No, I smiled. How could people live there if it were? The girl sighed softly. Mother says she would like to ask an Indian about these things if she can find an Indian. No, I smiled. ഇല്ല. How could people live there if it were? അങ്ങനെ ഇത്രയും ഇതായിട്ടുള്ള ആളുകൾ എന്താണ് ആ കുട്ടി എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? വെദർ ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ഓർ ഫീവേഴ്സ് അല്ലെ, ടൈഗേഴ്സും ഫീവേഴ്സും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ആളുകൾക്ക് ജീവിക്കാൻ പറ്റുക ഇദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. The girl sighed softly. So that time she was so relaxed. Mother says she would like to ask an Indian about these things if she can find an Indian. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? അമ്മ പറയാറുണ്ട്, ഒരു ഇന്ത്യക്കാരനെ നീ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കാണുകയാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കണം, വെദർ ദിസ് തിങ് ഈസ് ട്രൂ ഓർ നോട്ട്, ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. അപ്പോൾ ഈ കുട്ടി ഒരു റിക്വസ്റ്റിന്റെ ഭാവത്തിൽ, എൻട്രീറ്റി മീൻസ് റിക്വസ്റ്റ്, ഇൻ ദ ഫോം ഓഫ് എ റിക്വസ്റ്റ് ഷി വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അദ്ദേഹത്തെ നോക്കുകയാണ്. സോ വാട്ട് വിൽ ബി ദ റിക്വസ്റ്റ്? ഷി വാണ്ടഡ് ടു റിക്വസ്റ്റ് സംതിങ് ടു ഹിം. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഹെർ മദർ വാസ് ബെഡ് റിഡൺ, അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. സോ ഷി വാസ് നോട്ട് ഏബിൾ ടു കം ഔട്ട് സൈഡ്. ഷീ വാണ്ടഡ് മീ ടു സീ ഹെർ മദർ. അപ്പോൾ ശരിക്കും ഈ കുട്ടി ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ചെന്ന അമ്മയെ ഒന്ന് കാണണം. ബട്ട് ഷീ ഈസ് നോട്ട് ഹാവിങ് ദ കറേജ് ടു ആസ്ക്. അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവൾക്കില്ല. But she did not have the courage to ask me to accompany her home. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ആ കുട്ടിക്കില്ല. A keen desire to meet this poor anxious mother took hold of me. അങ്ങനെ ഈ ഒരു അമ്മയെ, ഈ പാവപ്പെട്ട അമ്മയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടാവുകയാണ്. I had not had the opportunity to visit an impoverished English home. എനിക്കാണെങ്കിലോ അത്രയും ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇംഗ്ലീഷുകാരുടെ വീട് സന്ദർശിക്കാൻ, വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുമില്ല. I wished to see how the poor people lived in this country to know what they think. സാധാരണ ഈ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി ഇമാജിൻ ഓൺലി ദ റിച്ച് പീപ്പിൾ അല്ലേ, അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു റിച്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എല്ലാവരുടെ മനസ്സിൽ വരിക. ബട്ട് വി ഡോണ്ട് നോ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ ഓഫ് ദ പുവർ പീപ്പിൾ. പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ ദിസ് മാൻ ഹി വിഷ്ഡ് ടു നോ അബൌട്ട് ഹൗ ദ പുവർ പീപ്പിൾ വിൽ ബി ലിവിങ് ഇൻ ലണ്ടൻ. എങ്ങനെയായിരിക്കും അവരുടെ വീടും, ഹൗ വിൽ ബി ദെയർ അറ്റ്മോസ്ഫിയർ, അവരുടെ ഒരു പരിസ്ഥിതിയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഇയാൾക്ക് ഉണ്ടാവുകയാണ്. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? നീ എന്നെ അമ്മയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുമോ? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? ഐ ക്യാൻ ഗോ സം ഡേ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരണോ എന്ന് ചോദിക്കുകയാണ്. The girl's eyes brimmed with gratitude. Brimmed means filled. So she became so thankful to him. Gratitude means thank. Thank you ever so much, she said. Thanks. It is so kind of you. Can you come now? ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. With pleasure. I am very happy. It will not interfere with anything else you have to do. It will not interfere with anything else you have to do. നീ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നിനക്ക് എന്തെങ്കിലും, ഞാൻ വരുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ നോട്ട് അറ്റ് ഓൾ. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. അപ്പോൾ അദ്ദേഹത്തോട് അവൾ ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിലോട്ട് വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ? നോ ഐ ആം ഫ്രീ. ആഫ്റ്റർനൂണിന് ശേഷം ഞാൻ ഫ്രീ ആണ്. ദി ഗേൾ വാസ് ഡിലൈറ്റഡ്. അപ്പോൾ ദാറ്റ് ഗേൾ വാസ് ഹാപ്പി. വി ഫിനിഷ്ഡ് ആർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഒരുമിച്ച് ഇറങ്ങാണ്. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹർ, മേ ഐ നോ യുവർ നെയിം? അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഐ ആസ്ക്ഡ് ഹർ, ഞാൻ അവളോട് ചോദിക്കുകയാണ്, മേ ഐ നോ യുവർ നെയിം? നിന്റെ പേരെന്ന് പറയുമോ? സോ ഷീ റിപ്ലൈഡ്, മൈ നെയിം ഇസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷീ ആസ്ക്ഡ്. നടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ, ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു, എനിക്ക് നടക്കുന്നതിൽ കുഴപ്പമില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു യു, നിനക്ക് പ്രയാസമില്ലാന്നുണ്ടെങ്കിൽ ഐ എം ഓൾസോ റെഡി. നോ ഐ വാക്ക് ഹോം എവറി ഡേ, എന്നും ഞാൻ നടന്നിട്ടാണ് പോവാറെന്നുള്ളത് ഈ കുട്ടി റിപ്ലൈ ചെയ്തു. I asked the girl, do you come this way often?
ഡു യു കം ദിസ് വേ ഓഫൻ മീൻസ് നീ എപ്പോഴും ഇതിലൂടെ വരാറുണ്ടോ? യെസ്, ഷീ ആൻസേർഡ്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോർ. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് ഏർലി. ഞാൻ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ. എവറി ആഫ്റ്റർനൂൺ, എല്ലാ ആഫ്റ്റർനൂണിലും ഐ കം ഹോം ദിസ് വേ, ഞാൻ വീട്ടിലോട്ട് പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ടുഡേ ഈസ് സാറ്റർഡേ, ഇന്ന് സാറ്റർഡേ ആണ്. സോ ഐ ആം ഓഫ് ഏർലി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഷാൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്? ഞാൻ എന്നെ എന്താണ് വിളിക്കേണ്ടത്? മിസ് ക്ലിഫോർഡ് എന്നാണോ ആലിസ് എന്നാണോ? ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് എറ്റ്. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. പക്ഷെ ഞാനിപ്പോഴും വളർന്ന് വലുതായിട്ടില്ല. ഐ എം എ ലിറ്റിൽ ചൈൽഡ്. സോ യു ക്യാൻ കോൾ മീ വാട്ട് യു ലൈക്ക്, എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. എന്നെ എല്ലാവരും എന്താ സാധാരണ വിളിക്കാറ്? മാഗി എന്നാണ്. ഷീ ലോഫ്ഡ്. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? അപ്പോൾ അവൾക്ക് വലുതാവാത്തതിൽ എന്തോ ഒരു സങ്കടമുള്ള പോലെയാണ് ഈ ആൾക്ക് ഫീൽ ചെയ്തത്. ആർ യു വെരി ആൻഷ്യസ്? നിനക്ക് വിഷമമുണ്ടോ? യെസ്. ടെൽ മീ വൈ, എന്തുകൊണ്ടാ? വൈ യു ഫീൽ ആങ്സൈറ്റി? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൾ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഇസ് ഓൾഡ്. കാരണം വലുതായി കഴിഞ്ഞാലാണ് എനിക്ക് കൂടുതൽ സാലറി തരുള്ളൂ. ഐ വോണ്ട് ടു ബി പെയ്ഡ് മോർ. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റുള്ളൂ. മൈ മദർ ഇസ് ഓൾഡ്. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? നിനക്ക് ഈ ഒരു വർക്ക് നിനക്ക് ഇഷ്ടമാണോ? അപ്പം എന്താ ഈ കുട്ടി പറഞ്ഞത്? നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഇതൊരു യാന്ത്രികമായിട്ടുള്ളൊരു വർക്കാണ്. ഐ വോണ്ട് വർക്ക് വിത്ത് വാട്ട് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക് ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. ഐ ആക്ച്വലി വാണ്ടഡ് ടു യൂസ് മൈ ബ്രെയിൻ. അവൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ വർക്കാണ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഷീ വാണ്ടഡ് ടു വർക്ക് ബൈ യൂസിങ് ഹെർ ബ്രെയിൻ. എൻ്റെ ബ്രെയിനും അതുപോലെ ഹെഡൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. വി ക്രോസ്ഡ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ഞങ്ങൾ ലാംബത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇറ്റ് ഈസ് എ പുവർ നൈബർഹുഡ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ദാറ്റ്സ് എ പുവർ അറ്റ്മോസ്ഫിയർ. If I ever become a secretary, said Maggie said, I shall take mother away from here. So അവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം it was a poor atmosphere. So she said to him, when I become a secretary, ഞാനൊരു സെക്രട്ടറി മാറുകയാണെങ്കിൽ I will shift from here. ഞാൻ ഇവിടുന്ന് മാറും, അമ്മയും കൊണ്ട് ഞാൻ ഇവിടുന്ന് മാറും. Did your father call you Maggie or Maxie? അച്ഛൻ നിന്നെ എന്തായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്? When he was very affectionate, he called me Maxie. How did you know? ഒരുപാട് സ്നേഹം വരുമ്പോൾ അച്ഛൻ എന്ത് വിളിക്കുന്നേ? മാഗസി എന്നാണ് വിളിക്കാറ്. യെസ് യെസ്, ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. വി ആർ ഇന്ത്യൻസ്, യു നോ, വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. അപ്പോൾ എന്നെ അങ്ങനെയാണ് വിളിക്കാറ്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പെറ്റ് നെയിം വിളിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ് ഇവള്. സോ ദാറ്റ് ടൈം ഹി ആൻസേർഡ്. ഒരു സീക്രട്ട് പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, വി ആർ ഇന്ത്യൻസ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, വി നോ മാജിക്. മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് വെറുതെ ഇവളോട് പറയും. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്. അപ്പോൾ അവൾ പറയും, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻഡീഡ്, ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് ഹാവ് യു ഹേർഡ്? ആണോ, നീ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ നീ കേട്ടിട്ടുള്ളത്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. ദേ ആർ കോൾഡ് യോഗീസ് ബട്ട് യു ആർ നോട്ട് എ യോഗി. ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യൻസ് ആർ ഹാവിങ് മാജിക്കൽ പവേഴ്സ്. ദേ നോ ടു റീഡ് ദ മൈൻഡ് ഓഫ് പീപ്പിൾ. അതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒക്കൾട്ട് മീൻസ് മാജിക്കൽ പവേഴ്സ്. ദേ ആർ കോൾഡ് യോഗീസ്. അങ്ങനെയുള്ളവർ എന്ത് പറയും? യോഗികൾ എന്നാണ് വിളിക്കാറ്. ബട്ട് ഐ നോ ദാറ്റ് യു ആർ നോട്ട് എ യോഗി. പക്ഷെ നിങ്ങളൊരു യോഗി അല്ല എന്ന് എനിക്കറിയാം. സോ ദിസ് മാൻ ആസ്ക്ഡ്, ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി? മാഗി, നിനക്ക് എങ്ങനെ അറിയാം ഞാനൊരു യോഗി അല്ല എന്നുള്ളത്? യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. സോ അക്കോർഡിംഗ് ടു ഹെർ, വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ യോഗി? ദേ വിൽ നോട്ട് ഈറ്റ് മീറ്റ്. മീറ്റ് കഴിക്കില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? അതുകൊണ്ടാണോ നീ ആദ്യം ചോദിച്ചത് ഞാൻ വെജിറ്റേറിയൻ ആണോ അല്ലയോ എന്ന്? സോ വെൻ ഷീ ആസ്ക്ഡ് ഹിം വെദർ ഹി ഈസ് എ വെജിറ്റേറിയൻ ഓർ നോട്ട്, വാട്ട് ദ ആൻസർ ഹി ഗിവൺ? ചിലപ്പോൾ മാത്രം വെജിറ്റേറിയൻ ഫുഡ്. ദാറ്റ് മീൻസ് ഹി ഈസ് എ നോൺ വെജിറ്റേറിയൻ. ഷീ സ്മൈൽഡ് വിത്തൗട്ട് ആൻസറിങ്. അവൾ മറുപടി ഒന്നും പറയാതെ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. വി ഹാഡ് റീച്ച്ഡ് എ നാരോ ഡോർവേ. അങ്ങനെ ഞങ്ങളൊരു ഇടുങ്ങിയൊരു ഡോർവേയിൽ എത്തുകയാണ്. മാഗി ടുക്ക് എ തിൻ ലാച്ച് കീ ഔട്ട് ഓഫ് എ പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദ ഡോർ. അങ്ങനെ മാഗി ഒരു മെലിഞ്ഞൊരു പൗച്ച് എടുത്തിട്ട് കീ ഉണ്ട്, അതെടുത്ത് ഡോർ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ് പ്ലീസ് കം ഇൻ. അവൾ അകത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തോട് ഉള്ളിലോട്ട് വരാൻ പറയണം, പ്ലീസ് കം ഇൻ. വെൻ ഐ വാസ് ഇൻസൈഡ് മാഗി ക്ലോസ് ദ ഡോർ. അങ്ങനെ ഞാൻ അകത്ത് കിടന്നപ്പോൾ മാഗി ഡോർ ക്ലോസ് ചെയ്തു. ഷീ വെന്റ് ടു ദ ഫൂട്ട് ഓഫ് ദ സ്റ്റെയർസ് ആൻഡ് റേസിംഗ് ഹെർ വോയ്സ് എ ലിറ്റിൽ കോൾഡ് മദർ വേർ ആർ യു. അങ്ങനെ അവൾ സ്റ്റെപ്പുകളുണ്ട്, അവിടെ അടുത്തെത്തിയിട്ട് അമ്മയോട് ചോദിക്കണം വേർ ആർ യു? ഐ ആം ഇൻ ദ കിച്ചൺ ചൈൽഡ്. ഞാൻ അടുക്കളയിലാണ് കുട്ടി എന്നുള്ള ആൻസർ അവൾക്ക് കിട്ടി. കം ഡൗൺ.
കിച്ചണിലോട്ടാണ്. അപ്പം എന്താ പറയുന്നത്? കം ഡൗൺ, ഇറങ്ങി വരാനാണ് പറയുന്നത്. സോ കിച്ചൺ ഇസ് ബിലോ ദ ഫ്ലോർ. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് ഇറങ്ങി പോകുന്ന തരത്തിലാണ് സ്റ്റെപ്പുകൾ വെച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബവ് ഗ്രൗണ്ട്. സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നും കുറച്ച് ഉയരത്തിലോട്ടാണ്. കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. അടുക്കളകൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ബിലോ സ്ട്രീറ്റ് ലെവൽ. സോ ദേ ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് പോയാലാണ് അടുക്കള ഉണ്ടാവുക. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റനിങ്ലി. ഡു യു മൈൻഡ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അടുക്കളയിൽ ചെന്നിട്ട് അമ്മയെ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ അവൾ ചോദിക്കും, ഡു യു മൈൻഡ്? നോട്ട് ഇൻ ദ ലീസ്റ്റ്, കം ഓൺ, ഒരു കുഴപ്പമില്ല, ഐ വിൽ കം. ടുഗെദർ വി ഡിസെൻഡഡ് ദ സ്റ്റെയർസ് ടു ദ കിച്ചൺ. ഡിസെൻഡഡ് മീൻസ് ഇറങ്ങുക, സ്റ്റെപ്പ് ഇറങ്ങുക. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കിച്ചണിലോട്ട് പോയി. മദർ സെഡ് മാഗി ഫ്രം ദ ഡോവേ ആൻ ഇന്ത്യൻ ജെന്റിൽമാൻ ഹാസ് കം ടു സീ യു. അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് അവൾ പറയാണ്, ഒരു ഇന്ത്യയിൽ നിന്നും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. വേർ ഇസ് ഹി? ദി ഓൾഡ് മാൻ ആസ്ക്ഡ് ഈഗർലി. എവിടെയാണ് അവൻ? വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. ഒരു ചിരിയോട് കൂടിയിട്ട് ഞാൻ കിച്ചണിൽ നിന്നും കിച്ചണിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് അസ്. ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത മദർ, ഷീ സെഡ്. മിസ്റ്റർ ഗുപ്ത, മൈ മദർ. അങ്ങനെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മിസ്റ്റർ ഗുപ്ത. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. ഹൗ ഡു യു ഡു ചോദിച്ചിട്ട് ഒരു ഷേക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് അദ്ദേഹം കൈ നീട്ടും. എക്സ്ക്യൂസ് മീ മൈ ആൻഡ്സ്. പക്ഷെ അവരുടെ കയ്യിൽ എന്തുണ്ട്? ഷീ സെഡ് ഹോൾഡിംഗ് ദം ഔട്ട് ഫോർ മീ ടു സീ. ദേ ആർ കവേർഡ് വിത്ത് ഫ്ലോർ. നോക്കൂ എന്ന് പറഞ്ഞ് കൈകൾ കാണിച്ചു കൊടുക്കണം. അതിലെന്തുണ്ട്? പൊടി. അതായത് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊടി എന്തോ ആയിട്ടുണ്ട്. ടുഡേ ഈസ് സാറ്റർഡേ. ഇന്ന് സാറ്റർഡേ ആണ്. ഐ ആം മേക്കിംഗ് കേക്ക്സ്. സോ ദാറ്റ് ഈസ് ദെയർ റെഗുലർ പ്രൊസീജിയർ. സാറ്റർഡേസ് ദേ യൂഷ്വലി മേക്ക് കേക്ക്. ഐ എം മേക്കിംഗ് കേക്ക്. ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. സോ വി വാണ്ട് ടു സോൾഡ് ദ കേക്ക്. സോ ഐ എം ഗോയിങ് ടു മേക്ക് കേക്ക്. കേക്ക് ഉണ്ടാക്കുന്നൊരു സമയത്താണ് അവർ ചെന്നത്. ഐ വാണ്ട് ടു സെൽ ദം. എനിക്കിത് കൊടുക്കണം. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ് ടു നൈറ്റ്. ദിസ് ഇസ് ദ വേ വി മേക്ക് അവർ ലിവിങ്. ലോട്ട്സ് ഓഫ് ട്രബിൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിതം കഴിച്ചു കൂടുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഐ വാണ്ട് ടു സോൾഡ് ദിസ് കേക്ക്. ഐ വാണ്ട് ടു സെൽ ദിസ് കേക്ക് ടു നൈറ്റ്. ഇന്ന് രാത്രി ഇത് വിൽക്കണം. സാറ്റർഡേ നൈറ്റ് ഇസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നൈബർഹുഡ്സ്. ഇപ്പോൾ സാധാരണ സാറ്റർഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഒരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷം പോലെയാണ്. ആൾ സോർട്ട് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്. പുഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ അവർ വിൽക്കും. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. സാധാരണ ദിവസത്തെക്കാട്ടിലും കൂടുതൽ ക്രൗഡ് മീൻസ് ഒരുപാട് ആളുകൾ തിങ്ങുന്ന ഒരു സമയമാണ് സാറ്റർഡേ ഈവനിങ്. ബിക്കോസ് സാറ്റർഡേ ഇസ് ദ ഡേ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജസ്. കാരണം the poor people in London receive weekly wages and it is on Saturday. സാറ്റർഡേസിലാണ് അവർക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ചിലവാക്കാൻ വേണ്ടി കിട്ടുന്നത്. സോ ദാറ്റ് ഡേ ദേ സെലിബ്രേറ്റഡ് വെരി മച്ച്. അവർ അത്രത്തോളം സെലിബ്രേഷൻ ഓരോ സാറ്റർഡേസിലും നടത്താറുണ്ട്. ഇൻഗ്രീഡിയൻസ് ഫോർ മേക്കിംഗ് കേക്ക്, ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, റേസിൻസ്, എഗ്സ് ആൻഡ് സോ ഫോർത്ത് were set out in readiness upon the dresser. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഓവനിൽ അവരെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. എന്തൊക്കെയുള്ളത്? ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൈദാപ്പൊടി, ഷുഗർ, ഫാറ്റ് മീൻസ് ഓയിൽ, റേസിൻ പറഞ്ഞാൽ എന്താ? ഡ്രൈഡ് ഗ്രേപ്പ്, ഉണക്കമുന്തിരി, അതിനാണ് റേസിൻ എന്ന് പറയാം. പിന്നെ എഗ്ഗ് ആൻഡ് സോ ഫോർത്ത് were set out in readiness upon the dresser. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ടിൻസ് were also there. അത്രയും ഫ്രഷ് ആയിട്ടുള്ള കേക്കുകളും ആ ടിന്നിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഹിയർ വി ഡിസ്കസ് this man. He went to meet the girl's mother and he went inside. He know about their situation and what was this mother doing. She was trying to make cake to sold in markets that day, because according to them every Saturday it is a holiday for them. Every Saturday evening they felt it as a holiday because they get weekly wages. ആഴ്ചയിൽ ഒരു ദിവസമാണ് വേജ് ക്യാഷ് കിട്ടുന്നത്. So they celebrate every Saturday evening. So up to here we can stop our class. Okay, thank you.